ഇന്ന് നമ്മളൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഫുഡാണ് നമ്മുടേത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഇവനെ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ മൺചട്ടി. അപ്പോൾ എന്താണെന്നൊക്കെ ചെറുക്കൊക്കെ പിടിയിട്ട് കാണൂല്ലേ. എന്നാലും ഞാൻ പറയട്ടെ, ഞങ്ങൾ ചട്ടി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാനും എൻ്റെ വിഷ്ണുക്കുട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ചട്ടിയിലൊക്കെ കൊള്ളൂ. നമ്മൾ പറഞ്ഞതിൽ നിന്നൊക്കെ മാറ്റി വീണ്ടും ഞങ്ങളും കുടുക്കാച്ചി ബിരിയാണിയെ തന്നെ റെഡിയാക്കി. ഇനി നമുക്കത് കഴിച്ചു നോക്കാം അല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാന്നുള്ളത്. കാരണം പാത്രം ഇതാകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള പരിപാടികൾ തുടങ്ങാം. എന്താ ഫസ്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കുറച്ച് ചിക്കൻ, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമുള്ള ചിക്കൻ, കൂടുതലിരിപ്പുണ്ട്, ഞങ്ങൾ എടുത്തില്ല, കഴുകി വച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സ്പെഷ്യലായിട്ട് ആണ് ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ബിരിയാണി മസാലയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് ചൂടാക്കാൻ പോവാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ മസാല വേണ്ടേ? കുരുമുളക് പൊടി വേണം, പെരിഞ്ജീരകം വേണം. അപ്പോൾ അങ്ങനെയുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം സാധാരണ പോലെ എല്ലാവരും ഞാൻ ചെയ്തേക്കണേ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി, അതായത് 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അതല്ല, അത് കൂടുതലൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് മുക്കി മാറ്റാനാണ് വിചാരിക്കുന്നത്. ഇനി നിറഞ്ഞ് പൊങ്ങി പോകണ്ട. നമ്മളുടെ മസാലയ്ക്കുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി തക്കാളി കൂടെ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പം എല്ലാവരും എന്നാലും നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ ഒരു സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ടൊന്ന് വീഡിയോ ഇടാന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ നമ്മുടെ റൈസിനെ ഞാനൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. കുതിർന്ന് വരട്ടെ. ഒരു അധികം നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 10 മിനിറ്റ്. അപ്പോൾ എളുപ്പത്തിലൊന്ന് വേവുമല്ലോ നമുക്ക്. അതിനുവേണ്ടി ചെയ്ത പരിപാടിയാണ്. എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മുടെ വെള്ളം അവിടെ നമ്മുടെ ചട്ടിയിൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിക്കുട്ടികളെയും വെളുത്തുള്ളി കുട്ടികളെയൊക്കെ കൂടെ ഒന്ന് ചതച്ചങ്ങെടുത്താലോ. അപ്പം ഞാൻ ഇങ്ങനെ ചതച്ചിട്ടൊക്കെ വരാം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പറയുക, ഇത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് കേട്ടോ ഞങ്ങൾക്ക് വരാൻ പോണേന്ന്. അതെന്താണെന്നറിയോ? അമ്പോ, കല്യാണ പെരുമഴയാണ് പെയ്യാൻ പോണത്. 1-2 എണ്ണമൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചോ അത്രയല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ ഉണ്ട് പിന്നെയും വന്നു വിളികൾ ഓരോ സ്ഥലത്തുനിന്ന്. ഇങ്ങനെയല്ലേ ചില സമയത്ത് നമ്മൾ ചോദിക്കോ കല്യാണം ഒന്നുമില്ലല്ലോ, എത്ര നാളായി കല്യാണം കൂടിയിട്ടെന്നൊക്കെ. അപ്പോണ്ടേ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഓർക്കാതിരിക്കുന്ന ചിലയിടത്തുനിന്നൊക്കെ ആയിരിക്കും വിളി തന്നെയല്ലേ കല്യാണമായിട്ട് കിട്ടുമെന്ന്. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് അങ്കമാലി ആണെങ്കിൽ നാളെ കോഴിക്കോടാണെങ്കിൽ മറ്റന്നാൾ തലശ്ശേരി എന്ന രീതിയിലാണ് കല്യാണം വിളി വന്നേക്കണേ. അപ്പോൾ ഇതിലേതിനൊക്കെ പോകാൻ പറ്റും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എന്തായാലും ഇന്നത്തെ പരിപാടി നമുക്ക് നടത്താം. കല്യാണം വരുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ആ ദിവസം കൂടെ അടുക്കട്ടെ. കോഴിക്കോട് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് പോകാമെന്ന്, അങ്കമാലി. ഇനി തലശ്ശേരിക്കാരിയാണ് അറിയേണ്ടത്. എന്തായാലും നമുക്ക് പോകുമ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കാം കേട്ടോ. തൽക്കാലം നമ്മുടെ ഇഞ്ചിക്കുട്ടികളും വെളുത്തുള്ളി കുട്ടികളൊക്കെ നല്ലപോലെയൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവരെ ഇവിടെ നിർത്തിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അരി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കഴുകി ഉറ്റിയൊക്കെ വച്ചിട്ടുണ്ട്. കുറഞ്ഞ നേരം കൊണ്ട് വെന്ത് കിട്ടും നമുക്കിവ. പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ ചട്ടി ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്കും കുടുക്ക ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. കാരണം ചട്ടി കുടുക്ക പോലത്തെ ചട്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് കുടുക്ക ബിരിയാണി എന്ന് പേരിടാം അല്ലേ. പിന്നെന്താ, ഇത് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്കൊക്കെ പോകാം. തിളച്ച് തുടങ്ങി ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വേവ് നോക്കിയതാട്ടോ. ഇട്ടുമായിട്ടില്ല, കുറച്ചുകൂടെയൊക്കെ വേവാനുള്ളത്, വെന്തിട്ട് വരട്ടെ. നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കനെ അങ്ങോട്ട് പുരട്ടി വയ്ക്കാം. അപ്പോൾ അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. നമുക്കതായത് നമ്മൾ എന്താ പറയുക, കൽച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കില്ലേ സവാളയൊക്കെ ഇട്ട്, ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ ഒന്നും കൂടി എരിവൊക്കെ പിടിക്കും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി വയ്ക്കാം. ചോറൊക്കെ ഏകദേശം ഒരു വേവായി തുടങ്ങി. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇതാണ്, നമ്മൾ കുറച്ച് മസാലയും കൂടി ചോറിലേക്ക് ഇട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ബേ ലീഫ്, ജാതിപത്രി, ഏലക്ക, പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പേര്. അപ്പം ഞങ്ങളിത് ആദ്യമേ തന്നെ ഇട്ടില്ല കേട്ടോ, ഇപ്പോഴാണ് ഇടുന്നത്. അതായത് വേവ് ഏകദേശം ആയി തുടങ്ങി.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഫ്ലേവർ വരാണ്ടിരിക്കും, പാകത്തിന് നിൽക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ കേട്ടോ. നമുക്ക് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് എടുത്ത് വരുമല്ലോ, അത് ഒഴിവാക്കാനാണ് നമ്മളിത് ചെയ്തത്. പിന്നെ നമ്മുടെ ഉണക്കനാരങ്ങ ഉണ്ടല്ലോ അതുകൂടി പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതാ ഒരു 3/4 ഭാഗം വേവിന് ഒരു ഡ്രൈനറായിട്ടുള്ള കൊട്ടയിലേക്ക്, എന്തിലേക്ക് നിങ്ങൾക്ക് എന്താണോ അതിലേക്ക് ഒന്ന് നമുക്ക് മാറ്റാം. അതല്ല ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന രീതിയിൽ അരിക്ക് വെള്ളം വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റുമ്പോൾ കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ അതിൽ വിശ്വാസക്കുറവുള്ളവർക്ക് കൂടുതൽ വെള്ളം വച്ചിട്ട് വേവ് നോക്കി നമുക്ക് ഇതുപോലെ എടുത്താൽ മതി. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്, ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തേ കേട്ടോ. നമ്മുടെ ചട്ടിയെ ചോറൊക്കെ മാറ്റി കഴുകി റെഡിയാക്കിയിട്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ വയ്ക്കാം കേട്ടോ. കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കാനാണ് വിഷ്ണു പറയണേ. നെയ്യൊക്കെ ചെല്ലുന്തോറും ടേസ്റ്റ് വരിക. ഇനി ലാസ്റ്റ് ഒഴിക്കാത്ത നമുക്ക് കുറച്ച് സവാള ഇതിലിട്ടിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. അറിയാമല്ലോ എന്തിനാണെന്ന്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മതിയല്ലോ. ചോറ് കുറച്ചല്ലേ ഉള്ളൂ, മതി. അങ്ങനെ നമ്മളുടെ സവാള ആദ്യത്തെ ട്രിപ്പ് നമ്മൾ റൈസിലേക്കുള്ളത് വറുത്ത് കോരി ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലും വീണ്ടും ഈ ബാക്കി വന്ന ഓയിൽ, പോരാത്ത ഓയിൽ ചേർക്കുക. ഞാൻ വെളിച്ചെണ്ണ, നെയ്യ് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും സവാള വഴറ്റി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതുമൊക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കുടുക്ക ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ ഇത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ചേർക്കാം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വീഡിയോയിലൂടെ ഉള്ളി കണ്ടോ എത്ര പെട്ടെന്ന്? ഞാനങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ, ജസ്റ്റ് ഇട്ടു, ഉപ്പിട്ടു, പക്ഷേ കണ്ടോ പെട്ടെന്ന് വഴന്നു വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ നല്ലത് എന്താ പറയുക, നമ്മുടെ കൽച്ചട്ടിയും അതിലും നല്ലത് മൺചട്ടി തന്നെയാണ്, പെട്ടെന്നായി കിട്ടാൻ. എന്ന് വെച്ചിട്ട് ചോട്ടി പിടിക്കില്ല ഒന്നുമില്ല, കാരണം മൺചട്ടിയല്ലേ. പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഉള്ളി വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. കണ്ടോ പെട്ടെന്ന് തന്നെ കളർ മാറി. അപ്പോൾ ഇനി തക്കാളി ഇടാം അല്ലേ. തക്കാളിയുടെ കൂടെ പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ. വലിയ പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് നോക്കിയിടുക. മുളകിൻ്റെ എരിവ് ഒക്കെ നോക്കിയിട്ട് വേണം. തക്കാളി ആണെങ്കിൽ നമ്മൾ സ്ഥിരം വിഷ്ണു പറയണ പോലെ തന്നെ ഞാൻ ഭയങ്കര കനം കുറച്ച് സ്ലൈസ് ചെയ്തേക്കുക വട്ടത്തിൽ. അപ്പോഴുള്ള ഗുണം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് വഴന്നിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി ചേർക്കാം. നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ വഴന്ന് വന്നപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കി വെച്ച നമ്മുടെ മസാല പൊടികളില്ലേ, അവരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ബാക്കി എന്തൊക്കെയാണ് മസാല വെച്ചാൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല ഫ്രഷ് മല്ലി ഞാൻ തന്നെ നമ്മുടെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. കുറച്ചുകൂടി ഇടാം, പോരെ. ഇനി എന്താ വേണ്ടേ, നമ്മുടെ പെരിഞ്ജീരകത്തിന് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇടാം. ഇനി എന്താ, നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, കൂട്ടൊക്കെ കൂട്ടി ഒന്ന് അവനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിക്കണ്ടേ, കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് തൈര് മതി, തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ എന്താ, ഇനി വെള്ളം വേണമെങ്കിൽ സ്വല്പം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, എന്നിട്ട് വരാം കേട്ടോ. നമുക്ക് ഉപ്പിടാൻ മറന്നുപോയി, കുറച്ച് ഉപ്പ് കൂട്ടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. ഭയങ്കര എരിവുണ്ട്, എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പാകാവും. അപ്പം മതി. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയുടെ കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത് മതി. ഇനി വെന്തിട്ട് വരട്ടെ, എന്നിട്ട് കാണാം.
ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ഒരു സാധനം മറന്നുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ, അവരെ കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് ആ കറുപ്പ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കൂട്ടി യോജിച്ച് വെന്ത് വരട്ടെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ്റെ മീതെ നിൽക്കാൻ പാകത്തിന് വെള്ളം മതി. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് വറ്റാനൊക്കെ സമയം എടുക്കും. വെറുതെ വെന്ത് കിട്ടിയാൽ മതിയല്ലോ നമുക്ക്. പിന്നെ റെഡി. അങ്ങനെ നമ്മുടെ കുടുക്ക ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിത് കുടുക്ക ബിരിയാണി ആയിട്ട് കഴിക്കുന്നില്ല, എന്നാലും അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ദമ്മൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തന്നെയെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇതിലേക്ക് തന്നെ റൈസ് ഇടുവാണെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ റൈസ് ഇടാണ്ട് എടുത്താലും ഇതിൽ തന്നെ റൈസും വേവിച്ച് ചിക്കനും വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ബിരിയാണി റെഡി. അപ്പോൾ കുടുക്ക ബിരിയാണി എന്ന പേരിൽ തന്നെ നമുക്ക് ഇവനെ ഇഷ്ടപ്പെടാം. അപ്പോൾ ഇനി കഴിക്കാൻ എടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും കുടുക്ക ബിരിയാണിയുടെ തന്നെ മാറ്റാമെന്ന് ലാസ്റ്റ് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഫലമല്ല കേട്ടോ, അതിൻ്റെ അടുത്ത പടിയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് കണ്ടോ, ഒട്ടും കുഴയാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൈസിനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങളിത് ചെയ്യുന്നത് അടിയിൽ ആ ചിക്കൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് റൈസ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മാറ്റി നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നട്ട്സ്, കിസ്മിസ്, മല്ലിയില, ഉള്ളി വറുത്തത്, അങ്ങനെയുള്ളത്, കുറച്ച് റൈസ്, കുറച്ച് ചിക്കൻ, അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ കയ്യിൽ നട്ട്സൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ള സാധനങ്ങൾ, അതായത് മല്ലിയിലും ഉള്ളി, അത്രയേ നമ്മുടെ കയ്യിലുള്ളൂ. അതിട്ടിട്ട് നമുക്ക് നമ്മുടെ കുടുക്ക ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇത്തിരി കനമുള്ള തവി എടുക്കാൻ ഓർക്കണം കേട്ടോ, ഇല്ലെങ്കിൽ തവി തന്നെ ഉടയാൻ വഴിയുണ്ട് നമ്മൾ വെയിറ്റ് കൂടി കഴിയുമ്പോൾ. നമ്മൾ പറഞ്ഞതിൽ നിന്നൊക്കെ മാറ്റി വീണ്ടും ഞങ്ങളും കുടുക്കാച്ചി ബിരിയാണിയെ തന്നെ റെഡിയാക്കി. ഇനി നമുക്കത് കഴിച്ചു നോക്കാം അല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്നുള്ളത്. കാരണം പാത്രം ഇതാകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് കഴിക്കാൻ അങ്ങനെ നമ്മളുടെ കുടുക്കാച്ചി ബിരിയാണി റെഡി. കഴിച്ചു നോക്കാം. പപ്പടമുണ്ട്, പിന്നെന്താ, നമുക്ക് തുറക്കുമ്പോൾ കണ്ണിലേക്ക് തെറിച്ചാലും അതൊരു പേടി. നമ്മുടെ പുളിയിഞ്ചി കുട്ടിയുണ്ട്. പുളിയിഞ്ചി നല്ല ചേർച്ച കേട്ടോ. നമ്മുടെ ബിരിയാണികൾക്ക് എല്ലാത്തിനും, റൈസിനും ഫ്രൈഡ് റൈസിനും ഒക്കെ ചേർത്തിയാൽ ചോറിനും അതേത് അറിയാമല്ലോ എല്ലാവർക്കും. സദ്യക്ക് ചോറിന് നമ്മൾ ഇത് കൂട്ടിയാണല്ലോ കഴിക്കുക. പിന്നെന്താ, ആഹാ, തൊട്ടപ്പോഴേക്കും പോരാ, അത്രയ്ക്കും വെള്ളമുണ്ട് ചിക്കൻ. നമ്മുടെ റൈസിൻ്റെ സാധനം കൂടെ നോക്കാം. അപ്പോൾ ആദ്യം മോൻ പറഞ്ഞു നമ്മൾ സാധാരണ ബിരിയാണി ആക്കണ പോലെ രണ്ടായിട്ട് കൂട്ടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വേണ്ട, ഇങ്ങനെ ചെയ്തെടുത്താലേ എൻ്റെ പൂർണ്ണമായ ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ. അപ്പം അങ്ങനെ തന്നെ എടുത്തു. ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി കഴിഞ്ഞതാണിത്. ഞാനിപ്പോഴാണ് ഉണ്ടാക്കണമെന്ന് മാത്രം. പലപ്പോഴും വിചാരിക്കും, പക്ഷേ നടക്കില്ല. അതേപോലെ തന്നെ കിഴി പൊറോട്ട, കിഴി ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ. കിഴി ബിരിയാണിക്ക് പിന്നെ നമുക്ക് കിഴിയിലാക്കിയിട്ട് ഇലയിൽ പൊതി കിഴിയിലാക്കി ഒന്നും കൂടെ ഒന്ന് ദം ചെയ്ത് ആവിയൊക്കെ കയറ്റി ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. ഞാൻ അവനോട് പറയുന്നു എരിവ് ഉള്ളു തോന്നുന്നു. പക്ഷേ ചിക്കൻ എരിവ് തോന്നിച്ചെങ്കിൽ റൈസ് വന്നപ്പോൾ അത് കറക്റ്റായി കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കോളൂ, സൂപ്പർ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പോരാം. ഇത്രേ ഉള്ളൂ വീഡിയോ. ബൈ. എനിക്ക് ഇത്തിരി എരിവ് കൊള്ളാം.